ഒരിക്കൽ കൂടി ഇനി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകില്ല. ഇനിയൊരിക്കലും BJP ദേശീയ രാഷ്ട്രീയത്തിൽ അധികാരത്തിലേക്ക് വരില്ല. പറഞ്ഞിരിക്കുന്നത് മറ്റാരുമല്ല, കോൺഗ്രസിന്റെ ദേശീയ നേതാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയാണ്. മുൻപൊക്കെയാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് വെറും പിച്ചും പേയും പറയലാണ് എന്നാണ് പല പാർട്ടിക്കാരും പറയുന്നത്. BJP മാത്രമല്ല, മറ്റു പല പാർട്ടികളും ഇതൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ നെടുന്തൂണായി നിൽക്കുന്ന പല പാർട്ടികളും രാഹുൽ ഗാന്ധിയെ ഗൗനിക്കാതിരിക്കുന്ന സമയങ്ങളൊക്കെയുണ്ട്. അദ്ദേഹം ഈ രാജ്യത്തിന് അഭിമാനമല്ല അപമാനമാണ് എന്ന് പറഞ്ഞവർ പലരും ഇപ്പോൾ ഈ കാര്യം കേൾക്കുമ്പോൾ ഒന്ന് ഇടറുകയാണ്. ജനറൽ മനോജ് മുകുന്ദ നരവനെയുടെ ഓട്ടോബയോഗ്രഫി ആത്മകഥയിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ രീതികളും പ്രവർത്തനങ്ങളും അതിന് നേതൃത്വം നൽകുന്ന നിലവിലുള്ള സർക്കാരിന്റെ അപക്വമായ തീരുമാനങ്ങൾ കാരണമുണ്ടായ കോൺസിക്വൻസുകളെക്കുറിച്ചും മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ നരവനെ ഇത്തരത്തിൽ വാചാലനാകുമ്പോൾ അതുദ്ധരിച്ച് പാർലമെന്റിൽ രാഹുൽ ഗാന്ധിയെ ജനാധിപത്യ രീതിയിൽ പറയാൻ കൂടി സ്പീക്കർ ഓം ബിർള സമ്മതിച്ചില്ല. അതിനെതിരെയുള്ള ശക്തമായ നീക്കമായിരുന്നു ഓം ബിർളയ്ക്കെതിരെയുള്ള അവിശ്വാസ പ്രമേയം. മാത്രമല്ല, എപ്സ്റ്റീൻ ഫയൽസിൽ പ്രധാനമന്ത്രിയുടെ പേര് എങ്ങനെയാണ് നിരവധി തവണ വന്നിരിക്കുന്നത്? ഒരു കൊടുങ്കുറ്റവാളിയായിരുന്ന ഒരു ക്രിമിനലായിട്ടുള്ള, അമേരിക്കയിൽ ഈ നൂറ്റാണ്ട് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ലൈംഗിക ക്രിമിനലായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഫയലുകളിൽ പരാമർശിക്കുന്ന നിരവധി പേരുടെ പേരുകളിൽ വീണ്ടും വീണ്ടും എങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായി എല്ലാ മനുഷ്യരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവവികാസം തന്നെയാണ്. അതിനകത്ത് യാതൊരു രീതിയിലുള്ള അന്താളിപ്പും കാണേണ്ടതില്ല. ഇതും ഇതിനപ്പുറവും സംഭവിക്കും. ഇതിനകത്ത് സ്റ്റീവൻ ഹോക്കിൻസിന്റെ പേര് പല രീതിയിലും പറഞ്ഞിട്ടുണ്ട്. ഈ രാജ്യത്ത് ഇനി ഒരിക്കൽ കൂടി BJP അധികാരത്തിൽ വന്നാൽ ഈ രാജ്യത്തിന്റെ സുസ്ഥിര വികസനം എന്നേക്കുമായി താറുമാറാകുന്ന അവസ്ഥയുണ്ടാകും. ഇന്ത്യയുടെ പ്രിയാമ്പിളിനെ മാറ്റിയെഴുതാൻ വേണ്ടിയുള്ള പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സെക്കുലർ റിപ്പബ്ലിക് എന്ന നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖത്തെ പോലും മാറ്റിമറിക്കാൻ വേണ്ടിയുള്ള ഗൗരവമേറിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. മനുസ്മൃതിയും അതുപോലെ തന്നെ ഹെഡ്ഗേവാറിന്റെയും ഗോൾവാർക്കറിന്റെയും ഒക്കെ സിദ്ധാന്തങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായി മതേതരത്വം ഏറ്റവും കൂടുതൽ സംരക്ഷിക്കപ്പെടുന്ന ഈ കൊച്ചു കേരളത്തെ പോലും അപമാനിക്കാൻ വേണ്ടി ഹിന്ദിയിൽ തലയും വാലുമില്ലാത്ത കഥകൾ എഴുതിപ്പിടിപ്പിച്ചിരിക്കുന്നു. കേരളത്തെ പരിഹസിക്കാൻ വേണ്ടിയുള്ള കള്ളത്തരങ്ങളും പ്രൊപ്പഗൻഡയുമായി ഇപ്പോൾ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്.